ശബ്ദരഹിതമായ പ്രേരണകൾ. ഫിലിപ്പിയ ലേഖനം 4:1-9 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. അച്ഛൻ്റെയും അമ്മയുടെയും ഓമനപുത്രിയായിരുന്നു അവൾ. എല്ലാവരുടെയും വാത്സല്യഭാജനമായി അവൾ വളർന്നു. കോളേജ് കുമാരികളുടെ ഇടയിൽ അവളൊരു പൂമ്പാറ്റയായി പറന്നു നടന്നു. കഷ്ടിച്ച് BA പാസ്സാകണം, പിന്നീടൊരു നല്ല കുടുംബിനിയായി ഉല്ലാസമായി ജീവിക്കണം. അതായിരുന്നു അവളുടെ മോഹം. ദാമ്പത്യ ജീവിതം മധുരോധാരമായ മുന്തിരിച്ചാറ് നിറച്ച സ്വർണ്ണ ചഷകമാണെന്ന് അവൾ വ്യാമോഹിച്ചു. മാതാപിതാക്കൾ അവൾക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടെത്തി. കുലമഹിമയുള്ള കുടുംബം, പണം വേണ്ടുവോളമുണ്ട്. അല്ലല്ലെന്നറിഞ്ഞിട്ടില്ലാത്ത ആ പെൺകുട്ടി സമൃദ്ധിയുടെ മടിത്തട്ടിലാണ് ചെന്നു ചേർന്നത്. അവൾക്കൊന്നിനും ഒരു കുറവുമില്ല. എന്നാൽ പണമല്ല മനുഷ്യ ജീവിതത്തിന് യഥാർത്ഥ സംതൃപ്തി നൽകുന്നതെന്ന് അവൾ മെല്ലെ മനസ്സിലാക്കി തുടങ്ങി. മദ്യപാനാസക്തനായ ഭർത്താവിന് തൻ്റെ ജീവിത സഖിയോടുള്ളതിനേക്കാൾ പ്രേമം മദ്യത്തോടായിരുന്നു. അയാൾ ഇടമുറിയാതെ കുടി തുടങ്ങി. അങ്ങനെ അവളുടെ ദാമ്പത്യ ജീവിതം ചഷകത്തിൽ കയ്പ് കലർന്നു. ഒടുവിൽ ഭർത്താവിനോടൊത്ത് ജീവിതം പൊരുത്തപ്പെടുവാൻ നിവൃത്തിയില്ലെന്നായി. അങ്ങനെ ആ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. മനോവേദനയിൽ വെന്തൊഴുകിക്കൊണ്ടിരുന്ന ആ യുവതി ജീവിതത്തെ സുധീരം നേരിടുവാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പതറാതെ സംസാരിക്കുകയും ഉള്ളു തുറന്ന് ചിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ടുകാരി ചോദിച്ചു, "നീ എങ്ങനെ ഈ വേദന സഹിക്കുന്നു? നിനക്കതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി?" അതിനവൾ മറുപടി പറഞ്ഞു, "നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് നിന്നിൽ കണ്ട ക്ഷമാശീലവും പ്രതിസന്ധികളിൽ നീ പ്രദർശിപ്പിച്ചിരുന്ന ധൈര്യവും എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്." ഈ കഥയിൽ ഒരു സത്യം അന്തർഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം നാം അറിയാതെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കും. മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ആൽബർട്ട് ഷ്വൈറ്റ്സർ അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈ സത്യം അനാവരണം ചെയ്തിട്ടുണ്ട്. ചിലരുമായി ഷ്വൈറ്റ്സർ യാതൊന്നും സംസാരിച്ചിട്ടില്ല. ചിലരെ പറ്റി അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. എങ്കിലും അവർ തൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ബാല്യകാലത്ത് അവർ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നില്ലായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് തനിക്ക് പല വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലരിൽ നിന്ന് ലഭിക്കുന്ന നേരിയ വെളിച്ചവും വഴികാട്ടലുമാണ് നമ്മുടെ ജീവിതത്തെ പോകേണ്ട വഴിക്ക് തിരിച്ച് വിടുന്നത്. സൽപ്രേരണകൾ പോലെ തന്നെ ദുഷ്പ്രേരണകളും മറ്റുള്ളവരിൽ നിന്ന് നമ്മിലേക്കെന്ന പോലെ നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്കും കടന്നു ചെല്ലാറുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ഇളം തലമുറയ്ക്ക് പകരുന്ന പ്രേരണകൾ ഇക്കാലത്ത് എന്തായിരിക്കുമെന്ന് ഒരു ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓർക്കണമേ, മദ്യപാനം അറിഞ്ഞുകൊണ്ടുള്ള ആത്മഹത്യയാണ്. സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.